സർക്കാർ രൂപീകരണത്തിന് മുന്നോടിയായി കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡറെ തെരഞ്ഞെടുക്കുന്ന അതിനുള്ള ഹൈക്കമാൻഡ് നിരീക്ഷകർ ഉടൻ തലസ്ഥാനത്തെത്തും. 63 കോൺഗ്രസ് MLA-മാരെ നിരീക്ഷകർ നേരിൽ കണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെ പിന്തുണയ്ക്കുന്നുവെന്ന അഭിപ്രായം തേടും. തുടർന്ന് തീരുമാനം ഹൈക്കമാൻഡിനെ അറിയിക്കും. ഇതിനിടെ രമേശ് ചെന്നിത്തല ഡൽഹിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അതാണ്. ഏതായാലും ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ ഉടൻ തീരുമാനത്തിൽ എത്തേണ്ടതുണ്ട്. കോൺഗ്രസിന് 3 നേതാക്കന്മാരും ഇതുമായി ബന്ധപ്പെട്ട ക്ലെയിം നടത്തുന്നുണ്ട്. ഇതിനിടയിൽ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച് കോൺഗ്രസിൽ ആശയക്കുഴപ്പം നിൽക്കെ VD സതീശൻ സന്ദർശിച്ച നേതാക്കളും 100 കണക്കിന് പ്രവർത്തകരും പറവൂരിലെ വസതിയിലാണ് സതീശൻ ഇപ്പോഴും ഉള്ളത്. MLA-മാരായ TJ വിനോദ്, ദീപക് ജോയ് എന്നിവർ രാവിലെ തന്നെ എത്തി. സതീശനെ തഴഞ്ഞാൽ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ. നവമി ചേരുന്നു. നവമി, സതീശനെ ഇന്നലെ വലിയ സ്വീകരണമാണ് റെയിൽവേ സ്റ്റേഷനിൽ കോൺഗ്രസ് പ്രവർത്തകർ ഒരുക്കിയത്. ഇപ്പോൾ നേതാക്കളും പ്രവർത്തകരും ഒക്കെ അങ്ങോട്ടേക്ക് ഒഴുകുകയാണ്. സതീശനല്ലാതെ മറ്റാര് എന്ന ചോദ്യമാണോ ഉയരുന്നത്? അതുതന്നെയാണ് രഞ്ജിത്ത്. രാവിലെ അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ വലിയ തിരക്കായിരുന്നു. അദ്ദേഹത്തിന് അഭിനന്ദനം നൽകുവാനും അതോടൊപ്പം അറിയിക്കുവാനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് പിന്തുണ അറിയിക്കാനും ഒക്കെ വലിയ ജനത്തിരക്ക് തന്നെയായിരുന്നു പ്രവർത്തകരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോഴെന്തായാലും അവർ ഓരോരുത്തരായിട്ട് പോയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ചില സ്വകാര്യ പരിപാടികൾ, ചില കൂടിക്കാഴ്ചകൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ഇവിടെ നിന്ന് പോകും, പറവൂരിലെ ഓഫീസിലേക്ക് പോകും. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആലുവയിലെ വീട്ടിലാണുള്ളത്. പറവൂരിലെ ഓഫീസിലേക്ക് പോകും. അതിനുശേഷം വൈകിട്ട് 4:30ക്കാണ് അദ്ദേഹത്തിന് പ്രവർത്തകരുടെ ഒരു സ്വീകരണം ഒരുക്കുന്നുണ്ട് പറവൂരിൽ. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ പിന്തുണ തന്നെയാണ് അദ്ദേഹത്തിന് ഇവിടെ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പല പ്രവർത്തകരും ഇവിടെ നിന്ന് VD സതീശനെ തന്നെ മുഖ്യമന്ത്രിയാകണമെന്ന ആവശ്യം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു. എന്തായാലും നമുക്ക് കൂടുതൽ പ്രവർത്തകരോടുകൂടി ഒന്ന് ചോദിക്കാം. രാവിലെയൊക്കെ അവർ വലിയ ആവേശത്തിൽ തന്നെയായിരുന്നു. ഈ മുഖ്യമന്ത്രി ചർച്ചകൾ ഇങ്ങനെ പുരോഗമിക്കുകയാണ്. പിന്തുണ അത് ഓരോ ദിവസം കഴിയുന്നതോറും കൂടി വരികയാണ്. എന്താണ് അദ്ദേഹമാണ് ഈ കോൺഗ്രസിൻ്റെ UDF-ൻ്റെ നട്ടെല്ലായിട്ട് പ്രവർത്തിച്ചത്. കഴിഞ്ഞ 5 വർഷക്കാലമായി കേരളത്തിൽ UDF-ൻ്റെ ചുക്കാൻ പിടിച്ചത് അദ്ദേഹമാണ്. തീർച്ചയായും അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയായി വരുമെന്നാണ് ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പൂർണ്ണ പിന്തുണ അത് തന്നെയാണ്. സാർ വരുമെന്നാണ് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം. എന്തായാലും VD സതീശന് തന്നെയാണ് ഒറ്റ വാക്ക്, അത്രേ ഉള്ളൂ. VD സതീശൻ എന്തായാലും ഒറ്റ വാക്ക് VD സതീശൻ എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ പിന്തുണയ്ക്കുന്നവർ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ളവർ പറയുന്നത്. ഇന്നലെ അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിറങ്ങിയപ്പോൾ CM VD എന്നുള്ളൊരു ആർപ്പ് വിളികളും മുദ്രാവാക്യങ്ങളുമാണ് എങ്ങും മുഴങ്ങിക്കെട്ടത്. വലിയ ജനസാഗരം തന്നെയായിരുന്നു അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തിയത്. വന്ദേ ഭാരതിൽ വന്നിറങ്ങിയ അദ്ദേഹത്തെ തോളിലേറ്റിയാണ് പ്രവർത്തകർ കാറിലേക്ക് കേൾക്കുന്നത്. CM VD എന്ന ആർപ്പ് വിളികളാണ്. എന്തായാലും ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുമ്പോൾ VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഒരു വിഭാഗം പ്രവർത്തകർ. അതിനു വേണ്ടിയിട്ടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവരൊക്കെ ഇങ്ങോട്ടേക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് രാവിലെ മുതൽ തന്നെ എത്തി തുടങ്ങിയത്. മറ്റൊരു കാര്യം, അല്പസമയം മുമ്പാണ് TJ വിനോദ്, എറണാകുളം MLA ആയിട്ടുള്ള TJ വിനോദും തൃപ്പൂണിത്തുറ MLA ആയിട്ടുള്ള ദീപക് ജോയും ഇങ്ങോട്ടേക്ക് എത്തിയത്. അതിൽ TJ വിനോദ് പ്രതികരിക്കാൻ തയ്യാറായില്ല. പക്ഷേ ദീപക് ജോയ് നടത്തിയ പ്രതികരണത്തിൽ അദ്ദേഹം പറഞ്ഞത് എറണാകുളത്തുള്ള എല്ലാ നേതാക്കളെയും കാണണം, അതിന്റെ ഭാഗമായിട്ടുള്ള സന്ദർശനമാണ്. ഇനി VD സതീശന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള പിന്തുണയാണോ എന്നൊരു ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകാതെയാണ് മടങ്ങിയിരിക്കുന്നത്. എന്തായാലും ഓരോ നേതാക്കളായിട്ട് അദ്ദേഹത്തെ പിന്തുണ അറിയിക്കാൻ എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും. അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തുള്ളിൽ 10 മണിയോടുകൂടി വലിയ പ്രവാഹമാണ്. നവമിയാണ് അവിടെ ഉള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.